ആത്മബന്ധം എന്ന് പറഞ്ഞാൽ പിണറായിൻ്റെ മനസ്സിലുള്ളതാണ് ശശി നടപ്പാക്കുന്നത്. അല്ലാതെ ശശിയുടെ എല്ലാ ആക്ടിവിറ്റീസും അദ്ദേഹം നടത്തിയ ചില കാര്യങ്ങളൊഴികെ ബാക്കി എല്ലാത്തിലും പിണറായിൻ്റെ സപ്പോർട്ടുണ്ട്. ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത ചില അദ്ദേഹത്തിനെതിരായിട്ട് ചില ആരോപണങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരിക്കലും ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ പങ്ക് പറയുന്നില്ല. ബാക്കി എല്ലാ വിഷയങ്ങളിലും ഭരണപരവും പാർട്ടിപരവുമായിട്ട് എല്ലാ വിഷയങ്ങളിലും പിണറായി വിജയൻ്റെ മനസ്സനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് പി ശശി. അതുകൊണ്ട് ശശിയെ തള്ളി പറഞ്ഞാലും അജിത് കുമാറിനെ തള്ളി പറഞ്ഞാലും പിണറായിക്ക് ആ കസേരയിൽ ഇരിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. ഞങ്ങൾക്ക് ഒരാഴ്ചത്തെയും കേൾക്കാൻ ഞങ്ങൾക്ക് ജുഡീഷ്യൽ അന്വേഷണം മാത്രമേ ശരിയാവുള്ളൂ. കാരണം ഈ കലക്കിയവൻ്റെ റിപ്പോർട്ടല്ലേ കിട്ടണ്ടേ? ആ റിപ്പോർട്ടല്ലേ കാത്തിരിക്കുന്നത്? കലക്കിയവനെ തന്നെയാണ് ഏൽപ്പിക്കുന്നത് റിപ്പോർട്ട് തയ്യാറാക്കാൻ. ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ വിവരാവകാശം ചോദിച്ചിട്ട് ആദ്യമായിരിക്കും സംസ്ഥാനത്തിന്റെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് വിവരാവകാശം തെറ്റിപ്പോകുന്നത്. അങ്ങേക്ക് എന്താ? അല്ല, അതല്ലേ പറയുന്നത്. വിവരാവകാശം ഉള്ള കാര്യമല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റും ഉദ്യോഗസ്ഥന്. 2005 ഈ നിയമം UPA സർക്കാർ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ സംഭാവനയാന്ന് പറഞ്ഞ പാർട്ടിയാണ്. അവരാണ് ഒരു റിപ്പോർട്ട് കൊടുത്തതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു. അന്വേഷണം കുറേ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട്, റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇത് ഇനിയൊന്ന് പുറത്തെടുക്കേണ്ടി വരും. കാരണം CPI-കാരനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ അവർ വല്ലാണ്ട് മോശമാവുമല്ലോ. അവർ ഇന്ന് സുനിൽകുമാറും പറഞ്ഞിട്ടുണ്ട് 24-ാം തീയതി റിപ്പോർട്ട് വരട്ടെ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് 24-ാം തീയതി വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതെന്താണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ല റിപ്പോർട്ട്. അത് കലക്കിയേണ്ട റിപ്പോർട്ട് ഞങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല. BJP-യിൽ നിന്ന് വലിയൊരു എതിർപ്പ് കാണുന്നില്ല. അല്ല, BJP-യുടെ ഭാഗത്ത് എങ്ങനെ എതിർപ്പുണ്ടാവും? രണ്ടും ഒരേ വശത്തിൻ്റെ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളല്ലേ. ഇപ്പം രണ്ടുപേരും നല്ല സഖ്യത്തിലാണ്. കേരളത്തിൽ അടുത്താണ് ഒരു 5-10 സീറ്റ് CPM നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ തിരിച്ചും സഹായിക്കും. അവർക്ക് കോൺഗ്രസ് തീർന്നു കിട്ടിയാൽ മതിയല്ലോ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ, ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഈ കളി കളിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഞങ്ങളുടെ കൂടെയില്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെയില്ല. പക്ഷേ മരണപ്പെട്ടു പോയ യെച്ചൂരിയൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് CPM-ലെ അവസ്ഥ എന്ന് പറയുന്നത്.